നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അലീനയ്ക്ക് കഞ്ഞിയൊക്കെ കോരി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അലീന ചില കുസൃതികളൊക്കെ ബബിതയോട് കാണിക്കുന്നുണ്ട്. ബബിതയുടെ കവിള് പതുക്കി ഒന്ന് നുള്ളിയിട്ട് ഉമ്മ വെക്കുന്നൊക്കെയുണ്ട്. അതൊക്കെ ബബിത ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുറമെ കൃത്രിമമായിട്ട് ദേഷ്യമൊക്കെ അഭിനയിക്കുകയാണ്. ഇതെന്താ അലീന ചേച്ചി കാണിക്കണം എന്നൊക്കെ ചോദിച്ചോണ്ട് അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല നിനക്ക് ഇത്ര മാറ്റം ഉണ്ടാവുന്നു. പിന്നെ മാറ്റം ഉണ്ടെന്ന് ആര് പറഞ്ഞു? അങ്ങനെ അങ്ങടെ അലീനയുടെ മുന്നിൽ തോറ്റു കൊടുക്കാനായിട്ട് ബബിത തയ്യാറായിരുന്നില്ല. കാരണം തനിക്ക് അലീന ചേച്ചിയോടൊക്കെ ഒത്തിരി സ്നേഹമുണ്ടെന്ന് തൽക്കാലത്തേക്ക് ആരും അറിയണ്ട എന്നൊരു ചിന്തയായിരുന്നു ബബിതയുടെ മനസ്സിൽ. ബബിത പറഞ്ഞു, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് വെച്ച് നിങ്ങൾ കഞ്ഞി കുടിച്ചായിരുന്നോ? ഇല്ല, ഇനി വേണം ചെന്നിട്ട് കഴിക്കാൻ. എങ്കിലൊരു കാര്യം ചെയ്യാം, പോയി കഴിച്ചോളാൻ പറഞ്ഞു. അതെ, അലീന ചേച്ചിയുടെ മെഡിസിനും കാര്യങ്ങളും കൂടെ എടുത്ത് തന്നിട്ട് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അലീനയ്ക്ക് കഴിക്കാനുള്ള മെഡിസിനും ഒക്കെ എടുത്ത് കൊടുത്ത് അലീനയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ബബിത മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അലീനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ഇത്രയ്ക്കൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ല. ലോട്ടറി അടിച്ചൊരു അവസ്ഥയായിരുന്നു അലീനയ്ക്ക്. ഒരു പൂ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പൂക്കാലം കിട്ടിയതുപോലെ. അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രനും രോഹിതും കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. കൃഷ്ണമോൾ അവർക്ക് കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചു. ബബിതയ്ക്കുള്ള കഞ്ഞിയൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നീട് കൃഷ്ണമോൾ പറഞ്ഞു, ബബിതേച്ചി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബബിതയും വന്ന് ആഹാരം കഴിക്കാനായിട്ടിരുന്നു. ഇരിക്കുന്ന സമയത്ത് കൃഷ്ണമോൾ പറഞ്ഞു, അച്ഛാ, ഒരു കാര്യമുണ്ട്, ഇവിടെ ചിലർക്കൊക്കെ ഭയങ്കര മാറ്റമാന്ന് പറഞ്ഞു. എന്ത് മാറ്റം? ഒന്നും പറയണ്ട, ഇപ്പൊ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് അടുക്കള കയറിയിട്ട്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെ വേണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ, നാളെ മുതലേ നേരത്തെ എഴുന്നേറ്റണം. നിനക്ക് സ്കൂളിലും പോകണം, എനിക്ക് കോളേജിലും പോകണ്ട. അപ്പൊ രാവിലെ നമ്മൾ വേണം ആഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട്. അറിയാലോ, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, ഇതിപ്പോ നല്ല കഥയായല്ലോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വയ്യെങ്കിൽ ആരെയും നമുക്ക് നിർത്താന്ന് പറഞ്ഞു. ആ സമയം ബബിത പറഞ്ഞു, വേണ്ട വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ചെയ്യാനുള്ളല്ലോ ഉള്ളെന്ന് ചോദിച്ചു. കൃഷ്ണമോൾ പറഞ്ഞു, ആഹാ, ഇതാ അപ്പം നന്നായത്. കണ്ടാച്ചാ, അലീന ചേച്ചിക്ക് പഠിക്കുവാന്ന് തോന്നേ ഇപ്പം ബബിതേച്ചി എന്ന് പറഞ്ഞു. അപ്പം ബബിതയൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അലീന ചേച്ചി കാര്യം പകലൊക്കെ നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അതെനിക്കറിയാൻ നോക്കൂന്ന്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളോട് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ഈ പറഞ്ഞത്ര ഒന്നും അറിയത്തൊന്നുമില്ല, എൻ്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള്, എങ്കിൽ ശരി, ഞാൻ കൂടാം ബബിതേച്ചിലൂടെ. രോഹിത് സമ്മതിച്ചു. അങ്ങനെ 3 പേരും കൈയടിച്ച് പാസ്സാക്കുകയാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, ഈ ഒത്തൊരുമ ഐക്യമൊക്കെ എപ്പോഴും കാണണം, അറിയാലോ. ഇങ്ങനെ മുന്നോട്ട് പോകാനേ കുഴപ്പമില്ല. കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സന്തോഷ കുടുംബത്തിലുണ്ടാകുന്നത്. അലീന വരുന്നതിന് മുമ്പാണെങ്കിലും രോഹിത് ഇങ്ങനെ അധികം സംസാരിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരോടും ഒപ്പിടുന്ന് ജോളിയായിട്ട് ഇരിക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. കഴിക്കും, വന്ന് കഴിച്ചിട്ട് കൈ എഴുന്നേറ്റ് മുറി പോയി ഫോണിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ബബിതേ ഇത് തന്നെ, ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അവർ 3 പേരും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്, സംസാരമുണ്ട്, ചിരിയുണ്ട്, കളിയുണ്ട്, എല്ലാം ഉണ്ട്. ബാലേന്ദ്രൻ അത് കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം ബാലേന്ദ്രൻ ഓർത്തോണ്ടിരുന്നൊരു കുടുംബം ഇങ്ങനത്തെ ഒരു കുടുംബമായിരുന്നു. ഒരാളുടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, വൈജയന്തി ഒരിക്കലും അങ്ങനെ വരത്തില്ല എന്നുള്ള കാര്യം ബാലേന്ദ്രൻ അറിയാം. വൈജയന്തിയുടെ കളിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും നിവരില്ല എന്ന് പറഞ്ഞ പോലെയാ വൈജയുടെ സ്വഭാവം. ഒന്നിനൊന്നിന് വൈജയ്ക്ക് ദേഷ്യം കൂടുന്നല്ലാതെ കുറയുന്നേ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യമാണ്. കാരണം ബബിത അടുക്കള കയറി ജോലി ചെയ്യുന്നു, അലീനയുടെ കാര്യങ്ങൾ നോക്കുന്നു, അതുപോലെ തന്നെ രോഹിത്. അങ്ങനെ അന്നത്തെ കഴിപ്പൊക്കെ കഴിഞ്ഞ് പാത്രം എല്ലാം കൊണ്ട് വെച്ച് അടുക്കള ക്ലീൻ ആക്കിയിട്ടാണ് കൃഷ്ണമോളും ബബിതയൊക്കെ കിടക്കാനായിട്ട് പോകുന്നത്. രാവിലെ അത്ര സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നേരത്തെ തന്നെ ബബിത അലാറം ഒക്കെ വെച്ച് എഴുന്നേറ്റു. നേരത്തെ എന്ന് പറഞ്ഞാൽ താമസിച്ചായിരുന്നു എഴുന്നേക്കുന്നത്. നേരത്തെ പോയി വിളിച്ചാൽ പോലും ബബിത അവിടെ വീണ്ടും മൂടി പതിച്ച് കിടന്ന് ഉറങ്ങത്തുള്ളൂ. നേരത്തെ എഴുന്നേറ്റു. അലീനയ്ക്കുള്ള കട്ടൻ കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ചുക്കാപ്പി കൊണ്ട് അലീനയ്ക്ക് കൊണ്ടേ കൊടുത്തു. അതുപോലെ തന്നെ ബാലേന്ദ്രനും കൊണ്ടേ കൊടുത്തു. പിന്നീട് കൃഷ്ണമോളെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, രാവിലെ മുറ്റമൊക്കെ അടിക്കണം, വരാൻ പറഞ്ഞു എഴുന്നേറ്റ്. എന്നെക്കൊണ്ട് തന്നെ പറ്റില്ല, കാരണം ഒരാൾ തന്നെ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല. അതിനുശേഷമാണ് അടുക്കള ജോലികളിലേക്ക് കടക്കാനായിട്ട്. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റം തൂക്കാനായിട്ട് തുടങ്ങി. കൃഷ്ണമോളും കൂടി. അങ്ങനെ 2 പേരും കൂടെ ജോലി ചെയ്യുകയാണ്. അതേസമയം അലീന ജനലിൽ കൂടെ ആ കാഴ്ച കാണുക. അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. തൻ്റെ അനുജത്തിമാർക്ക് ഒത്തിരി മാറ്റമുണ്ട്. കൃഷ്ണമോള് പണ്ടേ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, പക്ഷെ ബബിത അങ്ങനെ ആയിരുന്നില്ല. കഴിച്ച പാത്രം പോലും എടുത്തുകൊണ്ട് അടുക്കള വെക്കില്ല, അവിടെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് പോകുന്നോളാം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല.
അങ്ങനെ അത് കണ്ട് സന്തോഷിച്ചോണ്ട് നിൽക്കുന്ന സമയത്താണ് ബാലേന്ദ്രൻ മുറിയിലേക്ക് വരുന്നത്. ബാലേന്ദ്രൻ വന്നിട്ട് ആഹാ ഇതെന്താ രാവിലെ കാഴ്ച കാണുവാണെന്ന് ചോദിച്ചു. അച്ഛനും കൂടെ വന്നേ ആ കാഴ്ച ഒന്ന് നോക്കാൻ പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഇപ്പം ബബിതയ്ക്ക് നല്ല മാറ്റമുണ്ട്, ബബിത എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം വെച്ചാന്ന് പറഞ്ഞു. അല്ല ഇങ്ങനെ കിടന്നാൽ മതിയോ, എത്രയും പെട്ടെന്ന് എഴുന്നേക്കണ്ടെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു പെട്ടെന്ന് എനിക്ക് എഴുന്നേക്കാൻ തോന്നുന്നില്ല. അതെന്താ? ഈ കിടപ്പിലൊരു സുഖം ഉണ്ടെന്ന് പറഞ്ഞു. എത്ര സ്നേഹത്തോടെ അവരൊക്കെ എത്ര കരുതലോടുകൂടെ നോക്കുന്നേ, ഇങ്ങനെ ഞങ്ങൾ കിടന്നാൽ മതി, നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ദൈവത്തെ ഉറച്ച് ചതിക്കരുത്, ദേ നീ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചുക്ക് കാപ്പിയില്ലേ, നിനക്ക് ചുക്ക് കാപ്പിയില്ലേ രാവിലെ കിട്ടണമെന്ന് ചോദിച്ചു. അതെ ഇത് തന്നെ എനിക്ക് കിട്ടുന്നേ, നീ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലോ നല്ലൊരു ചായ കുടിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എഴുന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന ചിരിച്ചു. പിന്നീട് അലീന പറഞ്ഞു അല്ല ഇവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ മാഡത്തിൻ്റെ കാര്യമോ? അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു എന്ത്? അല്ല മാഡത്തിന് ഇപ്പോഴും ഒരു മാറ്റം ഇല്ലല്ലോ അല്ലേന്ന് ചോദിച്ചു. അവൾക്ക് അങ്ങനെ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു അങ്ങനെ പറയരുത് അച്ഛാ, കാരണം ബബിതയ്ക്കോ രോഹിത്തിനോ എങ്ങനെയൊരു മാറ്റം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷയാണോ? അല്ലല്ലോ, അവരൊക്കെ മാറിയില്ലേ. ഇപ്പം ഈ കുടുംബത്തിൽ സമാധാന സന്തോഷമൊക്കെ ഉണ്ട്. ഇനിയിപ്പം സമാധാന സന്തോഷം ബാക്കി പൂർണ്ണമാണെങ്കിൽ മാഡത്തിന് സ്വഭാവത്തിനും കൂടെ മാറ്റം വരണം. അച്ഛൻ്റെ കാര്യം ചെയ്യുക, സംസാരിച്ചൊരു തീരുമാനത്തിലെത്താൻ പറഞ്ഞു. അവളോടോ? അവളോട് ഞാൻ സംസാരിച്ചുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം അറിയാലോ, അവൾ കടിച്ചു തിന്നാനായിട്ട് വരും. വെറുതെ എന്തിനാ വേലിയായിരിക്കുന്ന പാമ്പിനെ എടുത്ത് വെച്ച് കടിമേടിക്കണമെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു അതല്ല അച്ഛാ, ചിലപ്പം ബബിതയ്ക്കും രോഹിത്തിനും എല്ലാവർക്കും സങ്കടം കാണും വൈജയന്തി മാഡത്തിൻ്റെ സ്വഭാവത്തിൽ, ആ സ്വഭാവം മാറ്റിയെടുക്കണ്ടേന്ന് ചോദിച്ചു. മാറാനോ? സാക്ഷാൽ ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാലും ആ സ്വഭാവത്തിനൊരു മാറ്റം ഇല്ലയെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന. ഒരു കാര്യം ചെയ്യുക, അച്ഛനൊന്ന് കാര്യമായിട്ട് സംസാരിച്ച് നോക്ക്, ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാലോ എന്ന് പറഞ്ഞു. മാറ്റം? അപ്പം ഞാൻ വീണ്ടും അവളുടെ മുന്നിൽ താണു കൊടുക്കണം എന്നാണോ പറയണേ? താണു കൊടുക്കണം എന്നല്ല അച്ഛാ പറഞ്ഞത്, സംസാരിക്കണം. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം പഴയതുപോലെ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, ജീവിതം നിനക്കറിയാലോ, നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലോ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളെന്ന് അവൾ പറയണേ. അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അവളുടെ അഹങ്കാരം ഇത്രയും നാൾ എന്നെ പറ്റിച്ച 10-23 വർഷക്കാലം, എന്നിട്ട് അവൾ വലിയ അന്തസ്സോടും അഭിമാനത്തോടും കയറിയിരിക്കുന്നേ. അച്ഛാ പോട്ടെ അച്ഛാ, ഒന്നുമല്ലേലും അച്ഛനും 3 കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേന്ന് ചോദിച്ചു. അമ്മ ഞാൻ പറയണില്ല എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അല്ലെനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു വൈജയന്തിയുടെ കാര്യത്തിൽ. എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തുമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് ഭവിത അലീനയ്ക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ ആയിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു അതെ പകല് രോഹിതേടൻ അലീന വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, അറിയാലോ. ഇവിടെ എഴുന്നേറ്റ് തന്ന ഒന്നും ചെയ്യാനൊന്നും നോക്കിയേക്കരുത്. പിന്നെ കഴുകാനുള്ള ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് ഊരി തന്നേക്ക്, ഞാനതെല്ലാം കഴുകിയിട്ടോളാന്ന് പറഞ്ഞു. വേണ്ട അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. കാരണം ഞാനല്ല കഴുകുന്ന, മിഷീനകത്തിട്ട് ഞാനെല്ലാം കഴുകിയിട്ടോളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും അലീന ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് ബബിത പോവും കഴുകാനായിട്ട്. കഴുകിയെല്ലാം നല്ല ക്ലീനാക്കി വെക്കുന്ന ബബി തന്നെയാണ്. അലീനയ്ക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അലീനയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ബബിത പോകാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് വൈജയന്തിയുടെ മുറിയിലേക്ക് എന്നിട്ട് ബബിത കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ ഞാൻ കോളേജിലേക്ക് പോവാം, അമ്മ ആഹാരം വേണമെങ്കിൽ അടുക്കള ഇരിപ്പുണ്ട് എടുത്തുപോയി കഴിച്ചോണം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു എനിക്ക് വേണം, ഞാൻ കഴിച്ചോളാം, അതിന് നിൻ്റെ സപ്പോർട്ട് വേണ്ടാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പിന്നൊരു കാര്യമുണ്ട്, ഇവിടെ ഇരുന്ന് വെറുതെ വഴക്കുണ്ടാക്കാണ്ട് നിന്നേക്കരുത്, ആദ്യമേ ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് ഭവിത അങ്ങോട്ട് ഇറങ്ങിപ്പോയി. വൈജയന്തിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഭവിതയും കൃഷ്ണബോളും പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്ങനെ കോള് വരുവാണ് അലീനയ്ക്ക്, എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു എനിക്കിവിടെ സുഖമാണ് മനുവേട്ടാ, ഞാൻ നല്ല സുഖത്തിലാന്ന് പറഞ്ഞു. സുഖത്തിലോ? നിന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കണേ? അതിനിവിടെ എല്ലാവരും ഉണ്ടല്ലോ, ഭവിതയുണ്ട്, രോഹിത്തുണ്ട്. അതേന്നെ, ഭവിതയും കൃഷ്ണമോളും കൂടെ സ്കൂളിലേക്കും കോളേജിലേക്കും പോയി കഴിഞ്ഞാൽ രോഹിത് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ, എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ പറഞ്ഞു ആഹാ ലോട്ടറി അടിച്ചിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞു. അതെ ചെറിയ ലോട്ടറി അടിച്ചെന്ന് തന്നെ പറയാം. ശരിക്കും ഇപ്പോഴാണ് ഞാൻ എൻ്റെ സഹോദരന്മാരുടെയൊക്കെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നത്, അവരെത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരു പക്ഷേ ഈ പനി വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും അറിയാൻ പറ്റില്ലായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അലീന തൻ്റെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.